ഹർഷേച്ചി എന്നടിയോ നീ കാളി തലശ്ശേരി പോണ ഗൈസ് തലശ്ശേരി ഡ്രസ് എടുക്ക. അക്കു ഇതെവിടെയാ? കളിക്കുന്ന വാക്ക് നമ്മളെത്തി ഗൈസ്. ഇതാണ് പിണറായിക്കാരുടെ കാളി. ഇപ്പൊ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. പുഴയല്ല ഇത്, ഇതാണ് കണ്ടം, ചെമ്മീൻ കണ്ടം. ഇത് കണ്ടാന്ന്, പുഴയല്ലല്ലോ. ഇത് പുഴയല്ല, ഇത് പുഴ പോലെ ഉണ്ടല്ലേ. അത് ആരടുത്തെങ്കിലും ചോദിച്ചപ്പോ മണ്ടത്തരായി പോയാലോ. പുഴയല്ലാത്ത പുഴ പോലത്തെ കണ്ടം കാണിച്ചുതരാം. ഇതാണ് ഗൈസ് പിണറായി ചെമ്മീൻ കണ്ടം. പുഴ പോലെ ഇല്ലേ കാണേ, പക്ഷെ പുഴയല്ല. കുട്ടികളെ സ്ഥലമാണ്, പക്ഷെ എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഊഞ്ഞാലാടാൻ തോന്നുന്നു. ഊഞ്ഞാല പൊട്ടിപ്പോവാ, ഞാൻ കാട്ടി തരുവാ. പിന്നെന്താ, ഇതൊക്കെ വാ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഊഞ്ഞാലയുടെ ഭയങ്കര പേടിയാ. ഊഞ്ഞാല് ആകാശ തൊട്ടില് അങ്ങനത്തെ സാധനം എനിക്ക് പേടിയാ. എനിക്ക് ഇവിടുന്ന് പിടപെടാവോ? എങ്ങനെ നോക്കിയാടാ, ഇതെന്ത് ഡാൻസാ? അമ്മ ആട്ടി തരണം. വേണ്ട, നന്ദു അക്കുനൊരു കമ്പനി കൊടുത്താ. അക്കു തന്നൊരു താത്ത്, അക്കു തന്നൊരു താത്ത്, താത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അക്കു ഒന്ന് മാറിക്കൊടുത്ത് ഋതു ഇരുന്നോട്ടെ. ഇല്ല, ഇരിക്കും, ഇവിടെ വെച്ചു. ഋതു ആട്ടി കൊടുക്കണം പോലും. അക്കുനെ പ്രാർത്ഥിച്ചോ? ചെക്ക് ചെയ്തേ. പൊട്ടം നോക്കാതെ ഹെർമാറ്റിച്ചിട്ടാണ് ഞാൻ വൈക്കോടെ. നമ്മക്കൊക്കെ ഒന്നുമില്ല പേടാ. ഇതാണ് നമ്മളെ പിണറായില് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം, കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു സ്ഥലം. നമ്മളെ പോലെ നേരം ബുറും 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 ബുറും.
നീ ഇതുവരെ ഇങ്ങോട്ട് വന്നിനാ? ഇത് കണ്ടിനാ? പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് ഋതു ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ പറയാ പിണറായില് നല്ലൊരു സ്ഥലമുണ്ട്, പിന്നെ ഫോട്ടോ എല്ലാം കാണിച്ചു തരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് ഇതിലേ ബസ്സിൽ പോകുമ്പോ ഇങ്ങനെ കാണലുണ്ട്. വൈകുന്നേരം ഇവിടെ ഒരുപാട് ആളും ഉണ്ടാവും, നല്ല സ്ഥലമാണ്. പക്ഷെ രാവിലെയാണ് നല്ല സൂപ്പർ, നല്ല വ്യൂ എല്ലാം രാവിലെയാണ്. നല്ല ശാന്തമായ സ്ഥലമായിരിക്കും, ആരും ഉണ്ടാവൂല, നല്ല കിടിലം വ്യൂ ആയിരിക്കും. ആ ഇതിലേ പോയി കഴിഞ്ഞാൽ തലശ്ശേരി ബസ് ഇറങ്ങരുത്, പുറത്തെല്ലാം നോക്കണം. ഋതുവിനോട് മോനെ കടല വേണം ദിശാന്. കടലൊക്കെ ഇത് പൊട്ടിപ്പോയി. നല്ല സ്ഥലമല്ല, നമുക്ക് 2-3 ഫോട്ടോ എടുക്കാം. നല്ല നല്ല സണ്ണുണ്ട്, സൺകിസ്റ്റ് ഫോട്ടോ വേണം. 2-3 ഫോട്ടോ എടുക്കാം. ഇത് പുഴയാണോ കണ്ടാണോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പുറത്തുള്ളത് കണ്ടാന്ന് ഉറപ്പാണ്, കാരണം അവിടെ വെള്ളം വറ്റിച്ചിട്ട് ചളിയായിട്ടുള്ള സമയത്ത് ഞാൻ കണ്ടിന് അങ്ങനെ. ഇവിടെ ഒഴുക്കെല്ലാം കാണുന്നുണ്ട്, അപ്പൊ അത് പുഴയാവാനാ ചാൻസ്. ഇത് പുഴയല്ലേ? അത് കണ്ടം. കണ്ടെന്ന് പറഞ്ഞാൽ അറിയാവാ, ചെമ്മീൻ കണ്ടം, ചെമ്മീൻ കൃഷി ചെയ്യുന്ന സ്ഥലം. നമ്മുടെ നാട്ടില് കണ്ടെന്ന് പറഞ്ഞാൽ പറമ്പ് തന്നെയാണ്. ഇവിടെ എത്തിരാന്ന് കണ്ടം എന്ന് പറഞ്ഞ ഇതാന്ന് മനസ്സിലായി. ഋതു കുടുങ്ങിയിരിക്കുന്നു. ഇതെന്താ നങ്കീസാ? ആ ഇത് ചൂണ്ടയാ, ഇത് കുടുങ്ങാണ്ട് വാ. ഇനി ഇതിന്റെ അപ്പുറത്തെന്നാ നോക്കട്ടെ. ഞാൻ ഇതുവരെ പോയിട്ടില്ല, അതും ഞാൻ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന സ്ഥലമാണ്. ഇതുവരെയും പോവാൻ പറ്റിയിട്ടില്ല. നമുക്ക് പോവാം. ആ ചായക്കടയല്ലേ, നല്ല വ്യൂ ആയിട്ട് നമുക്ക് ഇങ്ങനെ പുഴയിൽ നോക്കി ചായ കുടിച്ചിട്ട് വരാം. ഏത് ഇത് പുഴയാ? അപ്പൊ എല്ലാം പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞിരിക്കുന്നു. ഇത് പുഴ, അത് കണ്ടം, അവിടെയും കെട്ടിയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്ത് കണ്ടല്ലേ, ഈ ഒഴുക്കുള്ള സ്ഥലം ഇത് പുഴ. നടന്നവിടെ കുറെ ആൾക്കാർ. ആ അത് അപ്പുറത്ത് റോഡ് പണി എടുക്കുന്നോണ്ട് ഇതുവഴി ഇപ്പൊ വണ്ടിയെല്ലാം ഇതിലേ കടത്തി വിടുന്ന. ഇപ്പൊ മനസ്സിലായോ പണ്ടത്തെ പാലം ഓർമ്മയുണ്ടോ? അല്ല, ഈ റൂട്ട് തന്നെ ഉള്ളൂ, ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇപ്പൊ മറ്റേത് അടച്ചിട്ടില്ലേ ഉള്ളേ. ഇനി പഴയ പാലാണെങ്കിൽ ആ ഒരു റോഡല്ലേ ഉള്ളൂ. അല്ല അത് കതിരൂർ വഴിയല്ലേ ബസ്, അതല്ല പിണറായി വഴി വരുമ്പോ ഉള്ള ബസ് ഇത്. പിന്നെ ചായ സ്പോട്ടിലേക്ക് പോകാം. ദിശൻ വാ, കേറ്. ചായ ബോട്ടല്ല, ചായ ബോട്ട് കിട്ടിയും ചായ കുടിക്കാൻ പോകുന്നു. അതെ, നമ്മളിനി ബോട്ട് കെട്ടി ചായ കുടിക്കാൻ പോകുന്നതാണ്. ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്ത്. ഈ പാലം ഇങ്ങനെ ഇറങ്ങുന്നു, ചായ കുടിച്ചിട്ട് ലിപ്സ്റ്റിക് പോയി. ചായ കുടിക്കുന്നില്ല, എന്ത് ലിപ്സ്റ്റിക്? ചായ കുടിച്ചിട്ട് ലിപ്സ്റ്റിക് എടുത്തിനാ? ലിപ്സ്റ്റിക് എടുക്കാണ്ട് നമ്മൾ ഇവിടെയും വരില്ല. ഇല്ല, ഞാൻ ഇപ്പൊ ലിപ്സ്റ്റിക് ഇടല് കുറവാണ്, കുറച്ച് കുറക്കണം. പൊരിക്കാം.
ഞണ്ട് ഇച്ചിരി ഞണ്ടില്ല, അതിന് പൊരിച്ചെന്തുണ്ടാവും? നല്ല വലുതാ. നീ കൈക്ക് അടിച്ചില്ലെങ്കിലോ? കൈക്കടിച്ചിന്റെ കടിക്കട്ടെ. എന്നാ ഞാൻ പരിനെ പിടിക്കാൻ പോട്ടെ. പരിന്തിനെ പിടിക്കാൻ പറഞ്ഞ ശരിയാണ്. അതിനെ പിടിച്ചിട്ട് കറി വെക്കാം. മീന് ഫുഡ് കഴിക്കുന്ന നോക്ക്. ഞാൻ കണ്ടിന് അത് കൊറേ. മീന് അതന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ക്യാമറ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ ഇത് നല്ല ഒഴുക്കില്ലേ? പക്ഷെ നമ്മള് സൗണ്ട് ഉണ്ടാവാൻ പാടില്ല. നല്ല ഒഴുക്കില്ലേ? ഞാൻ പറഞ്ഞു പക്ഷെ ഈ സ്ഥലവും ഇങ്ങനെ ഒഴുക്കില്ലേ ഇത്? ഈ സ്ഥലവും ഞാനിങ്ങനെ വറ്റിച്ചിട്ട് ചളിയായിട്ടെല്ലാം കാണലുണ്ടല്ലോ. അല്ല, ബോട്ട് ചെട്ടിയുള്ള സ്ഥലമല്ല കേട്ടാ, കുറച്ചൊക്കെ അങ്ങോട്ടാന്ന് തോന്നുന്നു അല്ലേ? ഓ അങ്ങനെ. നമുക്ക് തോണി കയറാൻ പറ്റുവാ? മീനുകൾ തോണി കയറാൻ പറ്റില്ല? തോണി തൊഴേ നാളെടുത്തു. നമുക്ക് പങ്കായം തന്നാ പോരെ, നമ്മളിങ്ങനെ തൊഴയൂലേ? നീന്താൻ അറിയാവാ? എനിക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയാവോ? അനക്കറിയാ? ഞാനതെല്ലാം പഠിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നേ. നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പോയിക്കൂടെ? വീട്ടിൽ പോയിക്കൂടെ? വീട്ടിൽ പോയിക്കൂടെ ഗൈസ്? നിശാനെ വീട്ടിൽ പോവാ? വീട്ടിൽ പോവാ? ഞണ്ടിനെ വീട്ടിൽ പോയിട്ട് നോക്കാം. പോവാ? എന്നാ ഓക്കെ ബൈ. ഓക്കെ ബൈ. ബൈ ബൈ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ചായ കുടിച്ചു. നമ്മൾ പൊതുവെ പുറത്തിറങ്ങുന്ന വീഡിയോ എടുക്കുന്നതന്നെ ചായ കുടിക്കാൻ വേണ്ടിട്ടാണ്. ഇന്നത്തെ ചായ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഓക്കെ ബൈ.